പറഞ്ഞല്ലോ, വീട്ടിൽ 5 മക്കളിൽ 5-ാമനാണ് ഞാൻ. 4 ആൾക്കാരും കല്യാണം കഴിഞ്ഞു, ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രഷർ ഒക്കെയും ടെൻഷനൊക്കെ ഉമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ ഫീൽഡിലായതുകൊണ്ട് ഇത് നമ്മളെപ്പോഴും പറയുമല്ലോ, നമുക്കൊരു ജോബ് സെറ്റ് ആയിട്ട് കല്യാണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്കും എപ്പോഴും അങ്ങനെ തന്നെ ആഗ്രഹം. സ്വന്തം പൈസ കൊണ്ടാണ് എന്തും ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഭയങ്കര ഒരു ഈഗോ ഉള്ളിലുള്ള ആളാണ് ഞാൻ. എന്ത് ചെയ്യുമ്പോഴും അത് അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിലും മെയിൻ ആയിട്ട് എന്റെ തന്നെ ആണോന്ന് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു. ഇപ്പം ഡെഫിനറ്റ്ലി ഇപ്പൊ എന്റെ കല്യാണം ആണെങ്കിൽ ബ്രദേഴ്സ് ഉണ്ട്, വീടുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവരും ഹെൽപ്പ് ചെയ്യും ചെയ്യുകയൊക്കെ ആയിരിക്കും. പക്ഷെ അതിന്റെ മെജോറിറ്റി എന്റേതായിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫീൽഡിൽ വരുമ്പം ഇതിലെപ്പോഴാണ് സെറ്റ് ആവാന്ന് ആർക്കും അറിയില്ല. ചിലപ്പം ഒരു ഓവർ നൈറ്റ് കൊണ്ട് സക്സസ് ആവും, ചിലപ്പം ഞാൻ ഞാൻ മീറ്റ് ചെയ്ത ആൾക്കാരൊക്കെ വർഷങ്ങളോളം ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഓവർ നൈറ്റിൽ സക്സസ് ആയ ആൾക്കാർ നമുക്കറിയാം. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലക്ക് ഫാക്ടർ ഇതിൽ ഭയങ്കരത്തിലൊരു കീ റോൾ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മച്ചിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. പിന്നെ ലവ് ഫെയിലർ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ബ്രേക്കപ്പ് ആയപ്പോഴേക്കും അല്ല ഓക്കെ, ആ ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കും പിന്നെ എന്റെ പ്ലാൻസ് ഒക്കെ മാറി. പിന്നെ ഭയങ്കരത്തിൽ പറ്റാണ്ടായി, അങ്ങനെ ഒരു ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാണ്ടായി.